ബാക്ക് ടു അപ്ഡേറ്റ്സ് ടി വി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒരുപാട് നമ്മൾ ആദിവാസി ഓയിലിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ ഒരുപാട് ഹെയർ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ നിൽക്കുന്നതും, അല്ലെങ്കിൽ അതിന് പല ആൾക്കാരും പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യണതും അങ്ങനെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ആദിവാസി ഓയിൽ എന്താണ് ഇത്ര നല്ലതാണ്, ഇതിന് റിസൾട്ട് ഉണ്ടോ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഓൺലൈൻ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ബ്രാൻഡുകളാണ് കാണുന്നത്. പക്ഷേ ഇതാണ് അതിനകത്ത് 100% റിസൾട്ട് ഉള്ളത്, ഇതാണ് ഫേക്ക്, നമുക്കത് അറിയാൻ പറ്റണില്ലല്ലോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്യുന്നത്. അവൾ യൂസ് ചെയ്തിട്ട് ഒരു നല്ല ഓയിലുണ്ട്, അവൾ യൂസ് ചെയ്തിട്ട് വളരെ ഗുഡ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, എന്നോടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയണം. ഞാനാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ഓയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് ഇങ്ങനെ ആദിവാസി ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഈ ഒരു അവൾക്ക് തന്നെ 1 വീക്ക് തന്നെ നല്ലപോലെ ഹെയർ ഫാൾ പോയി, ഡാൻഡ്രഫ് നന്നായിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത്, ചെറിയ ചെറിയ ഹെയർസ്, ബേബി ഹെയർസ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച ഒരു ഓയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തരാം. എനിക്കാണെന്നുണ്ടെങ്കിൽ 2-3 മാസമായിട്ട് നല്ല ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ഇങ്ങനെ നമ്മൾ വിശ്വാസമില്ലാത്ത ഓയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് നീരൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കാണിച്ചത് ഏതാണ് ഈ ബെസ്റ്റ് ഓയിലെന്ന്. ഇതാണ് കാച്ച് ഓയിലെ പ്യുവർ ആയുർവേദ ഓയിലാണ്. ഇത് ആദിവാസി ഹെർബൽ ഹെയർ ഓയിലാണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗ്യാരണ്ടീഡ് റിസൾട്ട് കിട്ടുന്ന ഹെയർ ഓയിലാണ്. ഇത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ എൻഹാൻസ് ഹെയർ, സ്ട്രോങ് ഹെയർ, ഗ്രേ ഹെയർ ഒക്കെ മാറാൻ സഹായിക്കുന്നു. സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കുന്നു. ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ നല്ല ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് നിങ്ങളുടേതെങ്കിൽ നല്ല സിൽക്ക് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഷൈനി ഹെയർ തരാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ ലോങ് ഹെയർ ഇഷ്ടപ്പെടുന്നവർക്ക് ലോങ് ഹെയർ തരാൻ സഹായിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. ഇപ്പോൾ PCOD ഇഷ്യൂസ് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് തൈറോയ്ഡ് പ്രോബ്ലം കൊണ്ട്, എനിക്ക് വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം കൊണ്ട് നമ്മൾ എന്തൊക്കെ ടേക്ക് കെയർ ചെയ്താലും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് പോലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കൂടാതെ ഇന്നത്തെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവർ കാട്ടിലൊക്കെ കിട്ടുന്ന ഒരുപാട് പേരില്ലാത്ത ഒത്തിരി ഹെർബൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ കൂടെ കോക്കനട്ട് മിൽക്ക്, ഭൃംഗരാജ്, കസ്തൂരി ലീഫ്, അലോവേര ജെല്ല്, നീം ലീവ്സ്, ബ്രഹ്മി, ഹിബിസ്കസ്, തുളസി, ഹെന്ന, പെപ്പർമിൻറ്റ്, ഫെനുഗ്രീക്ക്, അതുപോലെ ബ്ലാക്ക് സീഡ് ഓയിൽ, ഷാലട്ടൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആഡഡ് ആണ്. ഹൗ ടു യൂസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നുണ്ട്. ഓയിൽ നമ്മളുടെ സ്കാൽപ്പിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുക. ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യുക. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ 1 hour എങ്കിലും മിനിമം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 1 hour വെക്കുക. അതുപോലെ തന്നെ 1 hour വെച്ചതിന് ശേഷം നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് 10 മിനിറ്റ് മസാജ് ചെയ്യുക. 1 hour വെക്കുക. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലർലി അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബെസ്റ്റ് റിസൾട്ട് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തലനീരിറക്കോ അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല ആൾക്കാർക്ക്, അതായത് ഹെയർ ഓയിൽ വെച്ച് കിടക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇത് രാത്രി വെച്ചിട്ട് രാവിലെ കഴുകി കളയാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, നിങ്ങൾക്ക് വാങ്ങിക്കാം. നമ്മൾ ഫേക്കായിട്ടുള്ള ഓൺലൈനിൽ കാണുന്ന ആദിവാസി ഓയിലൊക്കെ വാങ്ങിച്ച് കബളിപ്പിക്കപ്പെടാതിരിക്കുക. അപ്പോൾ ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് വാങ്ങിച്ച് ഇത് യൂസ് ചെയ്യാം. നമ്മളിത് കാണുമ്പോൾ തന്നെ അറിയാം കുറേ വേരുകളും സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരുടെ ആദിവാസി അതെന്താ നമുക്കറിയില്ല, ഇതിൻ്റെ അകത്ത് എന്താണ് പ്രത്യേകമായിട്ട് ചേർത്തിരിക്കുന്നത് എനിക്കറിയില്ല. ഒരു റൂട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഓയിലിനകത്തതുണ്ട്. ഞാനിതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാനായിട്ട് മറക്കല്ലേ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇവരെ വിളിക്കാനുള്ള നമ്പർ ഇന്നത്തെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 250 ml ഓയിലാണ്. ഇതിന് 100% നാച്ചുറൽ ആയിട്ടുള്ള 100% നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്. താഴെ തന്നെ നിങ്ങൾ യൂസ് ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്കും താഴെ തന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതുമയാർന്ന സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.